എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകർ ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർസേവകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു സീസണാണ്. ഗോത്ര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട്. അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. അവിടെ ഒരു ചെറിയ കോളനിയാണ്. ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മാത്രമല്ല ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ്. കഷ്ടിച്ച 1/2 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യാരെ ചങ്ങല വലിച്ചു നിർത്തി അവിടെ നിന്നു. അപ്പൊ ഇതിനുവേണ്ടി കാത്തിരുന്ന മട്ടില് ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ, ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തിലെ കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിനിന്റെ അടുത്തേക്ക് എത്തിയെന്നാണ്. കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ S6X7 കോച്ചുകളിൽ തീ ആളിപ്പടരുന്നതാണ്. ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവര് മണ്ണെണ്ണയിൽ മുക്കിയ തുണി കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയയിലുള്ള ആളുകൾ, ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു.